മരണശേഷം ഉപകാരപ്പെടുന്ന കർമ്മങ്ങളിൽ ഇൽമൻ അല്ലമഹു വനശറഹ, പഠിപ്പിച്ചു കൊടുത്ത ഇൽമ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അത് ഉപകാരപ്പെടും. മുതഅല്ലിമീങ്ങൾ, ഒരു ഉസ്താദിന് ആ മുതഅല്ലിമീങ്ങൾ ചെയ്യുന്നതും പഠിക്കുന്നതും അവരെ അമല് ചെയ്യുന്നതിൻ്റെയും ഒരു ഓഹരി, അതിൻ്റെ പ്രതിഫലം പോലോത്തത് ഗുരുനാഥന് ഖബറിലേക്ക് ലഭിക്കും. ഒന്ന്, വവലദൻ സ്വാലിഹൻ തറകഹു, അവരുപേക്ഷിച്ചു പോകുന്ന സ്വാലിഹീങ്ങളായ മക്കള്. അല്ലാഹു നമുക്ക് സജ്ജനങ്ങളായ മക്കളെ നൽകട്ടെ. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. വലതെന്ന് പറഞ്ഞാൽ ആൺകുട്ടിക്കും പറയും പെൺകുട്ടിക്കും പറയും. ആൺകുട്ടി തന്നെ വേണമെന്നില്ല. സ്വാലിഹീങ്ങളായ മക്കൾ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. വമുസ്ഹഫൻ വരിസഹു, ഒരു മനുഷ്യൻ മുസ്ഹഫൻ വറസഹു, ഒരു മനുഷ്യൻ ഉപേക്ഷിച്ചു പോകുന്ന മുസ്ഹഫ്. നിങ്ങൾ വാങ്ങിയ ഒരു മുസ്ഹഫ് പള്ളിയിലേക്ക് ഹദിയ ചെയ്തു, നിങ്ങളുടെ വീട്ടിൽ വെച്ചു എന്ന് വിചാരിക്കുക. ആ മുസ്ഹഫ് ആരെല്ലാം എടുത്ത് ഓതുന്നുവോ അതിന്റെ പ്രതിഫലം മരിച്ചവർക്ക് ലഭിക്കുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമസ്ജിദൻ വബനാ, ഒരാൾ ഉണ്ടാക്കി വെച്ച മസ്ജിദ്, ആ പള്ളി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നുവെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ചെയ്യുന്ന സർവകർമ്മങ്ങളും മരിച്ചുപോയവരുടെ അവരുടെ ഖബറിലേക്ക് പരിശുദ്ധ അമലുകളായ അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. വബൈതൻ ലിബിനിസ് സബീലി ബനാ, വഴിയാത്രക്കാരായ ആളുകൾ, റോഡിലൂടെ യാത്ര പോകുന്നവർ, ദീർഘമായ യാത്ര പോകുന്നവർക്ക് കയറിയിരിക്കാനുള്ള വിശ്രമസ്ഥലം, അവർക്ക് കുടിക്കാനുള്ള വെള്ളം, അവർക്ക് കഴിക്കാനുള്ള ആഹാരത്തിന് സൗകര്യപ്പെടുത്തുന്ന ഒരു സ്ഥലം, ഒരു വീട്, ഒരു യാത്രക്കാരൻ്റെ ഒരു സത്രം ഉണ്ടാക്കി വെച്ച ആളുകൾ ആ വഴിയോരത്തെ വെയിറ്റിംഗ് ഷെഡാവട്ടെ, യാത്രക്കാരൻ്റെ വിശ്രമ മന്ദിരം വഖഫ് ചെയ്തത്, അല്ലാഹുവിന് വേണ്ടി നൽകിയത്, സ്വതക്കയായി ദാനമായി ചെയ്തത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രതിഫലവും മരിച്ചവർക്ക് ലഭിക്കുമെന്നുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വനഹ്റൻ നജ്റാഹ്, ആളുകൾക്ക് ഉപയോഗിക്കാനും കുടിക്കാനുമുള്ള കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കുന്നവര്, മരണശേഷം കർമ്മങ്ങൾ അല്ലാഹു അവരുടെ പേരിൽ എഴുതി കൊടുക്കുമെന്ന് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊരു അരുവി ഉണ്ടാക്കിയാൽ, ഇന്നാണെങ്കിൽ പൈപ്പ് ലൈൻ, ഒരു വാട്ടർ സപ്ലൈ, ജനങ്ങൾക്ക് കുടിക്കാനുള്ള, കൃഷി നനക്കാനുള്ള വെള്ളം കൊടുക്കുന്നവര്, അതിൻ്റെ പെർമനന്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് ഖബറിലേക്ക് അല്ലാഹു നൽകുന്ന കൂലിയാണ്. വസദഖതൻ അഖ്റജഹാ മിൻ മാലിഹി ഫീ ഹാലി സിഹ്ഹതിഹി വഹയാതിഹി തൽഹഖുഹു ബഅദ മൗതി, തൻ്റെ ജീവിതകാലത്ത് ആരോഗ്യമുള്ള കാലത്ത് കൊടുക്കുന്ന സമ്പത്ത്, അതിന് പ്രത്യേക പ്രതിഫലമുണ്ടെന്ന് തങ്ങൾ പറയാൻ പോവാൻ. ആരോഗ്യമുള്ള കാലം, എനിക്കിനിയും ആയുസ്സുണ്ട്, അങ്ങനെ ഉണ്ടായിരിക്കെ എനിക്കിനിയും വർഷങ്ങൾ എൻ്റെ മുമ്പിൽ വരാനുണ്ടല്ലോ, ആ സമയത്തേക്ക് എനിക്ക് എന്തെങ്കിലും കരുതൽ വേണ്ടേ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ ആ സ്വതക്കക്ക് പ്രതിഫലമുണ്ട്. നേരെ മറിച്ച് ഡോക്ടർ പറഞ്ഞു ഇനി ഒരാഴ്ച ജീവിക്കുള്ളൂ, ഒരു മാസം കഴിഞ്ഞാൽ ആൾ മരിക്കും എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സ്വതക്ക ചെയ്യാൻ ആവേശം കൂടും. ഇനി എന്തായാലും എൻ്റെ കാലം കഴിഞ്ഞല്ലോ, ഇനി ഒരാഴ്ചക്ക് ഇനി ഇത്ര വേണം, ബാക്കിയൊക്കെ കൊടുക്കുകയാണ്, അതിന് കൂലി കുറയും. നേരെ മറിച്ച് ആരോഗ്യമുള്ള ഒരാൾ, തൻ്റെ മുമ്പിൽ ഇനിയും പ്രശ്നങ്ങൾ വരാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ, അതൊന്നും മൈൻഡ് ചെയ്യാതെ ജീവിതകാലത്ത് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് ആരോഗ്യ സമയത്ത് ഏതെല്ലാം സമ്പത്ത് അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ അതെല്ലാം മരണശേഷം അവർക്ക് അല്ലാഹു നൽകുന്നുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ സമ്പാദ്യമാണ്. ഒരു പിതാവിന്, ഒരു ഉമ്മാക്ക് ഖബറിലേക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യം അവർ ബാക്കി വെച്ചു പോകുന്ന നല്ല മക്കളാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ, സജ്ജനങ്ങളാക്കി തരട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്, ഇന്ന അഫ്ളല മാ അകല അർ-റജുലു മിൻ കസ്ബിഹി വ ഇന്ന വലദഹു മിൻ കസ്ബിഹി ഫകുലൂ മിൻ കസ്ബി ഔലാദികും. മക്കള് നമ്മുടെ അധ്വാനമാണെന്നാണ് വിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാട്. ഇന്ന അഫ്ളല മാ അകല അർ-റജുലു മിൻ കസ്ബിഹി, ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നതും ഭക്ഷിക്കുന്നതിലും വെച്ച് ഏറ്റവും നല്ലത് അവനവന്റെ കൈകൊണ്ട് അധ്വാനിച്ചതാണ്. ഒരാളുടെ ഓശാരം പറ്റാതെ, ഒരാളുടെ ഔദാര്യം പറ്റാതെ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്നത് ഒരു മനുഷ്യന്റെ സമ്പാദ്യങ്ങളിൽ ഏറ്റവും നല്ലതാണ്. എങ്കിൽ ഒരു മനുഷ്യന്റെ മകൻ, അവരുടെ മക്കൾ അവന്റെ അധ്വാനം തന്നെയാണ്. ഫകുലൂ മിൻ കസ്ബി ഔലാദികും,
നിങ്ങളുടെ മക്കൾ സമ്പാദിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കുന്നതിന് വിരോധമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ്. മരണശേഷം മക്കൾ ഉപകാരപ്പെടുന്നവരാകണം. ആ മക്കള് ഒരു പിതാവിൻ്റെ അധ്വാനം തന്നെ, ആ മക്കൾ ചെയ്യുന്ന നന്മ പിതാവിൻ്റെ ഉമ്മയുടെ ഖബറിലേക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക, സജ്ജനങ്ങളായ മക്കളെ, സ്വാലിഹീങ്ങളായ മക്കൾ അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് ദുആ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സദസ്സുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ പുണ്യമാണ്. എല്ലാ മുസ്ലിമീങ്ങളായ മുഴുവൻ ആളുകളും ഏതൊക്കെ